ചൈനയിലെ വില്ലേജില് ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഉണ്ടായിരുന്ന വില്ലേജുകളെല്ലാം ഇപ്പൊ അവര് ശരിക്കും ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുക. അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. അമ്മച്ചി എനിക്ക് തരാൻ വേണ്ടി ലെറ്റസ് ലീഫ് പറിച്ചതാ. എന്നെ കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായ. അപ്പൊ ഞാനത് പറിച്ചു തരാന്ന് പറഞ്ഞ് പറിച്ചത്. ഞാൻ പൈസ കൊടുത്തിട്ട് അത് മേടിക്കുന്നില്ല. അതിന് എന്നെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. ഈ ഏരിയയില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ശരിക്കും പറഞ്ഞ ഇവിടെ എല്ലാ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഇതിലെ കൂടെ വന്നപ്പം അന്ന് നിങ്ങൾ വില്ലേജ് കാണിക്കാൻ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് വില്ലേജ് കാണിക്കാൻ വിചാരിച്ചു വന്ന. അപ്പൊ ഇവിടെ എല്ലാം പൊളിച്ചിട്ട് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നില്ലേ, അപ്പൊ ഈ കാണുന്നത് പോലെ ഫ്ലാറ്റ് വരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഈ പിക്ചറിലുള്ള എക്സാക്ട്ലി അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേനും അവരവിടെ ആക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ വില്ലകളെല്ലാം പൊളിച്ചിട്ട് അവിടെ ഫ്ലാറ്റ് പണിയാൻ വേണ്ടി തുടങ്ങിക്കൊണ്ടിരിക്കുക. ഒരു സൈഡ് ഫുള്ള് പൊളിച്ച് തീർന്നു കഴിഞ്ഞു. അപ്പൊ ഇതെങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചൈനയിലെ ലാൻഡ് നമ്മൾക്ക് സ്വന്തമായിട്ട്, നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ളവർക്ക് കാശുള്ളവർക്ക് ഇഷ്ടം പോലെ ലാൻഡ് മേടിച്ചിടാലോ. പക്ഷെ ഇവിടെ അങ്ങനെ ലാൻഡ് മേടിച്ചിടാൻ വേണ്ടി പറ്റത്തില്ല. ഈ വില്ലകള് മേടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് വരുന്ന സമയത്ത് ഗവൺമെന്റ് ഈ വില്ലകളെല്ലാം ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങളുടെ ഒരു സ്റ്റാഫ് പറഞ്ഞതനുസരിച്ച് പുള്ളിക്കാരന്റെ ഗ്രാൻഡ് ഫാദറിന് ഇതുപോലെ ഇതിന് പകരമായിട്ട് ഒരു ഫ്ലാറ്റും 1 മില്യൺ RMB ആണ് അവർക്ക് കിട്ടിയതെന്നാ പറഞ്ഞത്. 1 മില്യൺ RMB ഒരുപാട് പൈസ അവർക്ക് കിട്ടും. അതുകൊണ്ട് അവർ ഹാപ്പി ആയിട്ട് അവിടുന്ന് മാറിക്കൊടുക്കും. പിന്നെ വളരെ റെയറായിട്ട് 1 or 2 ആൾക്കാർ മാത്രമാണ് അതിന് എഗനിസ്റ്റ് ആയിട്ട് നിൽക്കാറുള്ളത്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇതെല്ലാം പൊളിച്ച് ഫുള്ള് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടപ്പം സങ്കടം തോന്നി, അയ്യോ ഇത് ഇത്ര പെട്ടെന്ന് പൊളിച്ച് മാറ്റിയോന്ന്. കാരണം കുറച്ചു കാലം മുന്നേ വന്നപ്പോൾ വരെ ഇവിടെ എല്ലാം ഫുള്ള് ആൾതാമസം ഉണ്ടായിരുന്നു. അത്ര മോശമായിട്ടുള്ള വീടുകളൊന്നും ആയിരുന്നില്ല. പക്ഷെ ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വില്ലകളെല്ലാം പൊളിച്ച് മാറ്റിയെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആ ഓരോരോ ഏരിയകള് ഇങ്ങനെ വീടുകളുണ്ടായിരുന്ന എല്ലാം പൊളിച്ചു മാറ്റി ഫ്ലാറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 വർഷം മുന്നേ ഞാൻ കൊറോണ സമയത്ത് നാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്തൊക്കെ ഇപ്പോൾ വലിയ വലിയ ഫ്ലാറ്റുകൾ വന്നു കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, ഇതാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെയും വില്ലകൾ ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വില്ലകളെല്ലാം പൊളിച്ചതിന് ശേഷം ഇപ്പോൾ ആൾക്കാരൊക്കെ അവിടെ കൃഷികൾ ചെയ്യാം. അപ്പം വില്ലകൾ വെക്കുന്നോടം സമയം വരെ അവർക്ക് അവിടെ ഈസി ആയിട്ട് കൃഷി ചെയ്യാം. ആർക്ക് വേണേലും കൃഷി ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. അപ്പം അവിടെ പരിസരത്തുള്ള വയസ്സായ ആൾക്കാരെല്ലാം അവിടെ കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാ തരത്തിലുള്ള കൃഷിയുണ്ട് കേട്ടോ. അവരതേ പച്ചക്കറി കൊണ്ട് അവിടെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. മത്തനുണ്ട്, പയറൊക്കെ ഇത് കണ്ടില്ലേ, കമ്പ് കയറ്റി വിട്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവരിവിടെ കൊണ്ടുവന്നിട്ട് ആ പച്ചക്കറികളും ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കണ്ടില്ലേ, മാങ്ങപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ. ചൈനയിൽ ഇഷ്ടം പോലെ മാങ്ങയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അടുത്ത് വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും നമുക്ക് കൊണ്ടിടാൻ വേണ്ടി ഓരോരോ സ്പെഷ്യലായിട്ടുള്ള ഓരോരോ ബോക്സുകൾ ഉണ്ടാവും. ഇതുണ്ടല്ലേ, എല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ സൈഡിൽ കഴുകാൻ വേണ്ടിയുള്ളതും ഇവിടെ ഇത് മാനേജ് ചെയ്യുന്ന ഒരു ആയിയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. 2 സൈഡിലും ക്യാമറയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ആരൊക്കെ കൊണ്ടിടുന്നത്, കൃത്യമായിട്ടാണോ കൊണ്ടിടുന്നത് എന്നുള്ളത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആയി അവിടെ എല്ലാ സമയം ഇരിക്കുന്നുണ്ട്. ഇത് വയസ്സായ ആൾക്കാർ വൈകുന്നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു ഇതാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ വില്ലകൾ പൊളിച്ച ഈ സ്ഥലമില്ലേ, ആ സ്ഥലമെല്ലാം JCB വന്ന് നിരപ്പാക്കിയിട്ടിട്ടുണ്ട്. ആ സ്ഥലത്ത് ഇവിടെയുള്ള വയസ്സായ ആൾക്കാർ നിന്നുകൊണ്ട് പച്ചക്കറിയൊക്കെ നട്ടുകൊണ്ടിരിക്കുക. അവർ ഓടയാട്ടോ, ഈ ഓട കൊണ്ടാണ് അവര് പയറ് നടാൻ വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ ആ ഓടയൊക്കെ എവിടെയുണ്ട്. ഒരപ്പാപ്പൻ അവിടെ നിന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക. ചേമ്പൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അത് ചേമ്പ് നട്ടിരിക്കുന്നുണ്ടോ. ചോളമുണ്ട്, അങ്ങനെ മത്തങ്ങയുണ്ട്, എല്ലാ തരത്തിലുള്ള പച്ചക്കറി അവിടെ ഒരുപാട് ഉണ്ടായി കിടപ്പുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇവിടേക്ക് അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോഴത്തേനും ഫുള്ള് ഫ്ലാറ്റുകളായിട്ട് മാറും. ഇതുണ്ട്, മത്തന്റെ വള്ളി ഇങ്ങനെ കെട്ടി കൊടുത്തോണ്ടിരിക്കുക. പാപ്പൻ വയസ്സായ ആളാണ് കേട്ടോ.
ഒരുപാട് ഈ ചെറുപ്പക്കാരൊന്നും ഇങ്ങനെ ഇവിടെ കൃഷിയൊന്നും ചെയ്യാറില്ല. വയസ്സായ ആൾക്കാർ തന്നെയാണ് കൃഷി ചെയ്ത. അതാ ഒരുപാട് പയറുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പയർ പോലെ തന്നെ വള്ളിപ്പയറുകൾ ഒരുപാട് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ നല്ലൊരു രസമല്ലേ. ഇതാ തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി ഒരുപാടുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പുറത്തൊക്കെ ഓൾറെഡി ഫ്ലാറ്റുകൾ വന്നു കഴിഞ്ഞു. നിങ്ങൾക്കിതുപോലെയുള്ള കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൃഷി ചെയ്യാൻ വേണ്ടിയൊക്കെ ഭയങ്കര താല്പര്യമാണ്. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കൊറോണ കാലത്ത് ഞാൻ എല്ലാ പച്ചക്കറികളും വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ചൈനയിലെ ഗ്രാമത്തിലെ വിശേഷങ്ങൾ. ഞാൻ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണിത്. അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.